ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകരുടെ ആക്രമണമാണ്. നമുക്കിനി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോൾ പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താൻ അത് 2 വിഭാഗക്കാർ വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരി ശരി. ഇനി നമുക്ക് KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് നടക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവർക്കെതിരെ ഇതുപോലൊരു ആക്രമണം KSUക്കാര് ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇതിലെവിടെയാണ് ഈ പറയുന്ന KSUക്കാരെ ആക്രമിച്ചിരിക്കുന്നത്? ഈ ഒരു ചെറിയ മുറിവ് പോലും നമ്മുടെ മന്ത്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ വേദന പോലും നമ്മുടെ മന്ത്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ആ 9.5 വയസ്സുകാരി, ആ വിനോദിനി എന്ന പെൺകുട്ടിയുടെ ചിത്രമാണ്. നമ്മുടെ മന്ത്രിക്കുണ്ടായ ഈ ചെറിയ പരിക്ക് നമ്മുടെ മന്ത്രിക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും താങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുഞ്ഞിന്റെ പരിക്ക്, ആ കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അന്ന് നമ്മൾ ആരും കണ്ടില്ലല്ലോ, ഇതുപോലെയുള്ള പ്രതികരണങ്ങളൊന്നും നമ്മൾ ആരും കണ്ടില്ലല്ലോ ഈ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നും. ആ പെൺകുട്ടിക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പിഴവ് മൂലം നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിയുടെ ഒരു കൈയാണ്. ആ കുട്ടി എന്തുമാത്രം വേദനയും മാനസികപരമായിട്ടും അനുഭവിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും ഇത്ര കൊട്ടിഘോഷിച്ച് കണ്ടില്ല. നമ്മുടെ മന്ത്രി ആ കുട്ടിയെ ഓർത്തതുപോലും ആ കുട്ടിയെ മറ്റൊരു പ്രതിപക്ഷ നേതാവ് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞ ഒരു വാക്കിലൂടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് സഹായമേകാം എന്ന് പറഞ്ഞത്. എന്തായാലും മന്ത്രിക്ക് നല്ല പരിക്കുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇവിടെയുള്ള ഹോസ്പിറ്റലിലൊന്നും കാണിക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. കാരണം അവരെന്തെങ്കിലും ഇനി ഇത് ഒരു വല്ല സർജറിക്ക് അങ്ങനെ എടുത്ത് വല്ല കത്രികക്കാനുള്ളിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാകും. ഏറ്റവും നല്ലത് മന്ത്രിയെ ഏതെങ്കിലും ഒരു അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം.